ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴേണം. ആരാധന ആരാധന ദൈവത്തെ ആരാധിക്കാം. മനുഷ്യൻ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. ദൈവമഹത്വമാണ് മനുഷ്യന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ആരാധന സമർപ്പിക്കാം. എൻ്റെ ദൈവമേ, നല്ല ദൈവമേ, സ്വർഗം തുറന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന നല്ല തമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ 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 ആരാധന. സ്വർഗീയ ദൂതന്മാരും വിശുദ്ധ ഗണങ്ങളും എല്ലാം അത്ഭുതം കൊണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പുണ്യ സമയത്താണ് നമ്മളായിരിക്കുക. സ്വർഗം തുറന്ന് ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇത് സ്വർഗമാണ്. ദൈവം ഇരിക്കുന്ന ഇടം സ്വർഗം തന്നെയാണ്. ആ സ്വർഗത്തിലാണ് നമ്മളായിരിക്കുക. ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് സ്വർഗീയ ദൂതന്മാരും വാനഗണവും ഒരുമിച്ച് ഉദ്ഘോഷിക്കുന്ന ഇടത്ത് നിന്നും മനുഷ്യൻ്റെ ചിന്തകൾ വിവേചിച്ചറിയുന്ന ചിന്തകളുടെ ഇടയിലേക്ക്, മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ രൂപമാണ് ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുക. ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് മറ്റൊന്നായി രൂപപ്പെടുന്നത് പോലെ അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും മറ്റൊന്നായി രൂപപ്പെടുവാൻ എന്നെ പരുവപ്പെടുത്തണമേ. എൻ്റെ ചിന്തകളെയും എൻ്റെ അധര വ്യാപാരങ്ങളെയും എല്ലാം യോഗ്യരാക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ജീവിതത്തെ ഒരുക്കി വാർത്തെടുക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു.
ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് അങ്ങ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത്. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എൻ്റെ കുടുംബത്തെ നീ സ്നേഹിക്കുന്നു, എൻ്റെ വ്യക്തി ജീവിതത്തെ നീ സ്നേഹിക്കുന്നു, എൻ്റെ കുറവുകളെ നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ദൈവമേ. എൻ്റെ കുറവുകളെ നിനക്കറിയാം. പക്ഷേ ആ കുറവുകളല്ല, അതിനു മേലെ നിന്റെ കരുണ, നിന്റെ കരുണയാണ് എന്നെ സമീപത്തെത്തിക്കുവാൻ നിന്നെ യോഗ്യനാക്കുന്നത്. കരുണയാണ് ദൈവമേ, കരുണ. നീ കരുണയാണ്. കരുണയ്ക്കപ്പുറമൊന്നാകുവാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. എൻ്റെ മാനുഷികമായ ജഡികമായ ദൗർബല്യം കൊണ്ട് നിന്റെ കരുണയെ അനുഭവിക്കാനും പങ്കുവയ്ക്കുവാനും ജീവിക്കുവാനും മറന്നുപോകുന്നു. ജഡികമായ ചിന്തകളും ജഡികമായ ആഗ്രഹങ്ങളും നിന്റെ കരുണയിൽ നിന്ന് എന്നെ വിടുതൽ നടത്തുകയാണ്, എന്നെ ദൂരെ അകറ്റുകയാണ്. അത് നീ പരിഗണിക്കാതെ, അത് പരിഗണിക്കാതെ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ദൈവമേ നീ ഇറങ്ങി വന്നു. അപ്പത്തിൻ്റെ രൂപത്തിൽ വിശക്കുന്നവന്റെ മുൻപിൽ ദൈവം അപ്പമാണ്. രോഗികൾക്ക് മുൻപിൽ ആരോഗ്യമാണ് അവന്റെ വിശപ്പ്. മുടന്തനായ മനുഷ്യന്റെ മുൻപിൽ ആരോഗ്യമാണ്. ഈശോയെ, നീ കേൾവിയില്ലാത്ത എന്റെ മുൻപിൽ കേൾവിയായിട്ടാണ് നീ വന്നിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം തിരുവചനം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. സ്നേഹപൂർവമായ ഹൃദയബന്ധമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. സ്നേഹപൂർവമായ ഹൃദയബന്ധം. ആ ഹൃദയബന്ധമില്ലാത്തിടത്ത് പ്രാർത്ഥനയില്ല. ഒരുപക്ഷേ നിന്റെ സ്നേഹിതന്മാർ കണ്ടു നീയും നിന്റെ പിതാവും തമ്മിലുള്ള സ്നേഹപൂർവമായ ബന്ധം, ഇടപെടൽ. അത് കണ്ടിട്ട് ഇഷ്ടം തോന്നിയിട്ട് നിന്റെ ശിഷ്യര് നിന്നോട് ചോദിച്ചതാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. നീയും പിതാവും തമ്മിലുള്ള ഹൃദയബന്ധം, സ്നേഹപൂർവമായ ഹൃദയബന്ധം, അതുതന്നെയാണ് പ്രാർത്ഥന. എൻ്റെ അയൽവക്കത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ടെങ്കിലും വിദൂരത്തുള്ള അകന്ന ബന്ധുക്കൾ ഹൃദയബന്ധമുണ്ടെങ്കിൽ സ്നേഹസംഭാഷണത്തിൻ്റെ സമയം കൂടും, വ്യാപ്തി കൂടും, ആഴ്ചയും കൂടും. ഈ ഹൃദയബന്ധമാണ് പ്രാർത്ഥന. ദൈവമേ, മറിയം കാനായിലെ കല്യാണവേളയിൽ അവരുടെ വീട്ടിൽ കയറിയിറങ്ങി പോരായ്മകളെ കണ്ടെത്തുവാൻ മറിയത്തിന് കഴിഞ്ഞത് പരിശുദ്ധ അമ്മയും ആ കുടുംബവും തമ്മിലുള്ള ഹൃദയബന്ധമാണ്. അല്ലെങ്കിൽ ആർക്കും അത് തിരിച്ചറിയാൻ കഴിയില്ല, മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഒരു ഹൃദയബന്ധമുണ്ടെങ്കിലേ സുഹൃത്തിൻ്റെ, ജീവിത പങ്കാളിയുടെ, മകൻ്റെ, മകളുടെ കുറവ് എന്താണെന്നറിയണമെങ്കിൽ അവരുമായി ഒരു ഹൃദയബന്ധമുണ്ടാവണം. ഹൃദയബന്ധമില്ലാത്തടത്ത് കുറവുകളെ തിരിച്ചറിയാൻ, വ്യക്തികളെ തിരിച്ചറിയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ദൈവമേ, എന്താണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് തുടർന്ന് വിശുദ്ധ ലൂക്കാ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരുന്നിരിക്കെ അർദ്ധരാത്രി
അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം തരിക. സ്നേഹിത, എനിക്ക് 3 അപ്പം തരിക. അപ്പമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. സ്നേഹിതനാണ് എന്നു കരുതി എനിക്ക് 3 അപ്പം തരിക, ഇത് അവകാശം പോലെയാണ് അവൻ ചോദിക്കുന്നത്. ദൈവമേ, എൻ്റെ സ്നേഹിതൻ നീയാണ്. നിന്റെ കയ്യിൽ എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ തലമുറകളോളം ജീവിക്കാനുള്ള അപ്പം നിന്റെ പക്കലുണ്ട്. നിന്റെ പക്കലുണ്ട്. അതെനിക്കറിയാം. നിന്റെ പക്കൽ എൻ്റെ ജന്മാന്തരങ്ങൾ ജീവിക്കാനുള്ള അപ്പം നിന്റെ പക്കലുണ്ട്. ആ അപ്പം എനിക്ക് തരിക. നീ തരും. നീ എൻ്റെ സ്നേഹിതനാണ്. നീ എൻ്റെ സ്നേഹിതനായതുകൊണ്ട് നീ എനിക്ക് അപ്പം തരും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അർദ്ധരാത്രിയിൽ ദൈവമേ, ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ രോഗം, എൻ്റെ പീഠകള്, എൻ്റെ ഞെരുക്കങ്ങള്, സാമ്പത്തിക ഞെരുക്കം, അസുഖങ്ങള്, മാനസികമായ അപക്വത, മാനസികമായ വേവനാദികൾ, ഇതൊക്കെ എപ്പോൾ ഏത് നിമിഷവും എൻ്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കും. അത് പാതിരാത്രിയിലാണെങ്കിലും, അത് ജീവിതത്തിൻ്റെ പാതിരാത്രികളിലാണെങ്കിലും, ജീവിതത്തിൻ്റെ ഗെത്സമൻ തോട്ടങ്ങളിലാണെങ്കിലും, ദൈവമേ, അവിടെയൊക്കെ അപ്പമായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉള്ള നിറവേറലായിട്ട് നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് രാത്രിയുടെ യാമങ്ങളിൽ, സ്നേഹിത, നിന്റെ പക്കൽ ഞാൻ വന്നത്. സ്നേഹിത, നിന്റെ പക്കൽ ഞാൻ വന്നത്. നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്നാൽ സ്നേഹിതൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ? എന്നെ ഉപദ്രവിക്കരുത്. കതകടച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്. എന്നെ ഉപദ്രവിക്കരുത്. കതകടച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്. മാനുഷികമായി ഓർത്തു നോക്കിക്കേ, ഏതപ്പനാണ് ഒരു മകൻ ഒരു കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നത്? വിവേകമുള്ള പിതാക്കന്മാരും മാതാപിതാക്കളൊക്കെ ചെയ്യുന്നത് അവൻ്റെ മാനസിക, ശാരീരിക, ബൗദ്ധികമായ തലം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നറിഞ്ഞ ശേഷമാണ് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അവൻ്റെ ശാരീരിക, മാനസിക, ബൗദ്ധിക തലങ്ങൾ ഇതിന് പക്വമാണോ? ഈ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതിന്, അത് ഉപയോഗിക്കുന്നതിന് പക്വപരമായി പെരുമാറുമോ ചെയ്യുമോ എന്ന് അറിയാത്ത ഒരു പിതാവും അത് സാധിച്ചു കൊടുക്കില്ല. എൻ്റെ പിതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി കാലങ്ങളെ, വരുവാനുള്ള കാലങ്ങളെ തിരിച്ചറിയുന്ന ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ബൗദ്ധിക ജീവിതത്തിൻ്റെ തലങ്ങളെയൊക്കെ തിരിച്ചറിയുന്ന ദൈവമേ, ഇത് എൻ്റെ ആധ്യാത്മിക ഭൗതിക ജീവിതത്തിന് തടസ്സപ്പെടുത്തുന്നതാണെങ്കിൽ അത് നിഷേധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ആ മാനസിക പക്വത കൈവരുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമേ, നീ പഠിപ്പിക്കുന്നതാണ് ഈ ഉപമയിലൂടെ. അത് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷെ സ്നേഹിതൻ പോയില്ല. സ്നേഹിതൻ തിരിച്ചു പോയില്ല. വീടിൻ്റെ പടിക്കൽ നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. എൻ്റെ സുഹൃത്ത് വന്നിരിക്കുന്നു, അവനൊന്നും കഴിച്ചിട്ടില്ല. ഈ അർദ്ധരാത്രിയിൽ അവനൊന്നും കഴിച്ചിട്ടില്ല. അവന് എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് 3 അപ്പം തരിക. എൻ്റെ പിതാവേ, എൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ, മറ്റൊന്നും പരിഗണിക്കാതെ, നിന്റെ മകൻ എന്ന നിലയിൽ നീ എഴുന്നേറ്റ് അവന് അപ്പം കൊടുക്കും. നീ അവന് അപ്പം കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളുന്നത് ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ഈശോയെ, ഞാൻ മനസ്സിലാക്കുന്നു. നിരന്തരം പ്രാർത്ഥിക്കാൻ നീ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമേ,
നീതിയില്ലാത്തൊരു ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തിക്കൊടുക്കുന്നത് നീ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിലോ നീതിയില്ല, പിന്നെയോ എല്ലാ ദിവസവും വന്ന് എനിക്ക് നീതി നടത്തിത്തരണമെന്ന് അപേക്ഷിക്കുന്ന വിധവയ്ക്ക് നീതി നടത്തിക്കൊടുക്കുന്ന, സ്വന്തം ജീവിതത്തിൽ ന്യായവും നീതിയും ഇല്ലാത്തൊരു ന്യായാധിപനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുന്നു. അവൻ അങ്ങനെ ചെയ്യുമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഞാൻ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ എത്ര ഭംഗിയായി നീ എനിക്ക് ചെയ്തു തരും. പ്രാർത്ഥനയുടെ ഓരോ തലങ്ങളും ഓരോ ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കുക, ദൈവം എനിക്ക് സമീപസ്ഥനാകുമ്പോൾ അതനുഭവിക്കാൻ കാത്തിരിക്കുക. കാത്തിരിപ്പിൻ്റെ ഒരു സുവിശേഷം കൂടിയാണ് പ്രാർത്ഥന നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. കാത്തിരിപ്പിൻ്റെ ഒരു സുവിശേഷം കൂടിയാണ് പ്രാർത്ഥന നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. എനിക്ക് അപ്പം തന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയല്ല ചെയ്തത്, മറിച്ച് കാത്തിരുന്നപ്പോൾ എൻ്റെ സ്നേഹിതനാണെന്ന് കരുതി തന്നെ അപ്പം എനിക്ക് നൽകി പറഞ്ഞയച്ചു. പ്രാർത്ഥനയിൽ എൻ്റെ ദൈവമേ ഞാൻ അനുഭവിക്കുന്നു. പഴയ നിയമത്തിൽ സുന്ദരിയായ സൂസന്നയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂസന്നയുടെ ഭർത്താവ് യോവാക്കീം, പുതിയ നിയമത്തിലെ ജോസഫ് നീതിമാനായിരുന്നത് പോലെ തന്നെ ഒരു നീതിമാനായിരുന്നു യോവാക്കീം. യോവാക്കീമിൻ്റെ ഭാര്യ സൂസന്ന അതിസുന്ദരിയാണ്. ഇവൾ ചെറുപ്പം മുതലേ മോശയുടെ നിയമങ്ങൾ അച്ചട്ടായി, വള്ളിപ്പുള്ളി കൂടാതെ അച്ചട്ടായി പഠിച്ച് ജീവിച്ച വ്യക്തിയാണ് സൂസന്ന. യോവാക്കീം ന്യായാധിപനാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ യോവാക്കീമിൻ്റെ പക്കൽ വരും നീതി നടത്തി തരുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ ജോസഫിനെ പോലെ നീതിമാനായ ന്യായാധിപനാണ്. ധാരാളം ആളുകൾ അത് കാരണം യോവാക്കീമിൻ്റെ അടുത്ത് വരും. യോവാക്കീമിൻ്റെ അടുത്ത് രണ്ട് നിയമപാലകർ ഒരിക്കൽ വന്നു. നിയമപാലകര് സൂസന്നെ മോശമായ കണ്ണുകളിലൂടെ കാണുകയാണ്. പാപത്തിന് അവളെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴും യോവാക്കീം ഇക്കാര്യം അറിയുന്നില്ല. ഈ രണ്ട് നിയമപാലകരും സൂസന്നയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ കൂടെ വരിക, ഇല്ലെങ്കിൽ അപവാദം പറഞ്ഞ് നിന്നെ നശിപ്പിക്കും. സൂസന്ന പറഞ്ഞു, പാപം ചെയ്യാൻ ഞാൻ മുതിരില്ല, പാപം ചെയ്യില്ല ഞാൻ. അല്ലാത്ത വിധം മരിക്കേണ്ടി വന്നാലും ഞാൻ സന്നദ്ധനാണ്. പാപം ചെയ്ത് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ രണ്ട് നിയമപാലകരും അവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. അവൾ തൻ്റെ ശരീരം മറ്റാർക്കോ പങ്കുവെച്ചു എന്ന് വെറുതെ അപഖ്യാതി വിളിച്ചു പറഞ്ഞു. മോശയുടെ നിയമമനുസരിച്ച് പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. അതാണ് മോശയുടെ നിയമം. നിയമപ്രകാരം ജനങ്ങൾ സൂസന്നയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുപോവുകയാണ്. സൂസന്നയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ബാലൻ, ദാനിയേൽ, ഒരു ബാലൻ വെറുതെ വിളിച്ചു പറയുകയാണ്, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. നീ എന്താണ് പറഞ്ഞത്? ഒരു ബാലൻ, നീ എന്തിനാ ഇതിങ്ങനെ പറഞ്ഞത്? ജനം അന്വേഷിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ന്യായവിധി കൂടാതെ, വിചാരണ കൂടാതെ ഈ സ്ത്രീയെ വധിക്കാൻ ആരാണ് അനുവാദം നൽകിയത്? വിചാരണ കൂടാതെ വധിക്കുവാൻ, ഈ സ്ത്രീയെ വധിക്കാൻ ആരാണ് അധികാരം നൽകിയത്? അപ്പോഴാണ് യോവാക്കീം മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് ഭർത്താവായ ന്യായാധിപനായ യോവാക്കീം മനസ്സിലാക്കുന്നത്, അവളെ ന്യായവിധി നടത്തിയിട്ടില്ല, വിചാരണ നടത്തിയിട്ടില്ല. അതിന് പ്രകാരം രണ്ട് നിയമപാലകരെയും വിളിച്ച് മാറ്റി നിർത്തി ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ പദങ്ങളും വാക്യങ്ങളും ആശയങ്ങളും പരസ്പര വിരുദ്ധമായിരുന്നു. രണ്ടുപേരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്തു. അതൊരു ന്യായാധിപന് മാത്രമേ കഴിയുകയുള്ളൂ.
പരസ്പര വിരുദ്ധമായി. അപ്പോൾ ജനത്തിന് മനസ്സിലായി, ന്യായാധിപന് മനസ്സിലായി, ഇവൻ പറയുന്നത് കള്ളമാണ് എന്ന്. ഇവർ പറയുന്നത് കള്ളമാണ് എന്ന് മനസ്സിലായി. സൂസന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുപോയ ജനവിഭാഗങ്ങളിൽ തന്നെ ഈ 2 നിയമപാലകരെയും കല്ലെറിയാൻ കൊണ്ടുപോവുകയാണ്. സൂസന്ന മോശയുടെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചു ജീവിച്ചവൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിൻ്റെ കൽപ്പനകൾ, ആ യാഹുവയുടെ കൽപ്പനകൾ തന്നെയാണ് അവളെ രക്ഷിക്കുന്നത്, ജീവിതത്തിലേക്ക് തിരിച്ച് അവളെ കൊണ്ടുവരുന്നത്. പക്ഷേ അപ്പോൾ ഓർമ്മിക്കണം, ഒരു കാത്തിരിപ്പുണ്ട്. അപ്പം തരണം എന്ന് പറഞ്ഞ് വീടിൻ്റെ പടിക്കൽ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. ആ നിൽപ്പ് അതുപോലെ തന്നെ സൂസന്നയും വേദനിച്ച് ഇനി എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചുള്ള ഒരു നിൽപ്പുണ്ട്. വേദനയുടെ ഗെത്സമേൻ തോട്ടം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വേദനയുടെ ഗെത്സമേൻ തോട്ടത്തിലേക്ക് കടന്നു പോകും. ആ ഗെത്സമേൻ തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവമേ, എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന, സ്വർഗീയ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നീതിയുടെ അപ്പം, എൻ്റെ വിശപ്പിൻ്റെ അപ്പം ഞാൻ കാണുന്നതും ഗ്രഹിക്കുന്നതും അനുഭവിക്കുന്നതും ഇപ്പോൾ അപ്പമായി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മുൻപിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ കൺമുൻപിൽ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന നല്ല തമ്പുരാനെ, ഒരു ഹൃദയബന്ധമുണ്ടാകുവാൻ, ഹൃദയബന്ധത്തിലൂടെ അങ്ങേ കാണുവാൻ, എൻ്റെ സഹജീവികളുമായിട്ട് ഹൃദയബന്ധത്തിലായിരിക്കുവാൻ, എൻ്റെ മാതാപിതാക്കളോട് ചേർന്നിരിക്കുവാൻ, എൻ്റെ അയൽക്കാരോട് നല്ല വാക്കുകൾ പറയുവാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. നല്ല പ്രാർത്ഥന അനുഭവത്തിലൂടെ വളരുവാൻ എൻ്റെ കുടുംബാംഗങ്ങളെ ശക്തരാക്കണമേ. എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ നല്ല തമ്പുരാനെ. നമുക്കൊന്ന് ചേർന്ന് ദൈവത്തോട് ഇങ്ങനെ ആരാധിച്ച് സ്തുതിക്കാം. നല്ല ദൈവം നമ്മുടെ ഇടയിൽ വന്നു. കാത്തിരിപ്പിൻ്റെ ഒരു സുവിശേഷത്തിന് വേണ്ടിയിട്ട്, കാത്തിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ശാരീരികമോ മാനസികമോ ഐഹികവുമായ തലങ്ങളിലെ പക്വത പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നു. ആ പക്വത പ്രാപിക്കുമ്പോൾ ഞാൻ അർഹിക്കുന്ന അപ്പം, എൻ്റെ ആവശ്യങ്ങളിലെ അപ്പം ദൈവം എനിക്ക് തരും. ദൈവം എനിക്ക് തരും, എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസത്തോടു കൂടി, ആ ഹൃദയബന്ധത്തോടു കൂടി ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയബന്ധത്തിന്റെ ആഴം നീ അളക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ ആഴം തന്നെയാണ്. അവരുമായിട്ട് ഹൃദയബന്ധം എനിക്കില്ല എങ്കിൽ പിതാവേ, അങ്ങയോട് എങ്ങനെ ഹൃദയബന്ധത്തിൽ ജീവിക്കും? എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ നല്ല അയൽക്കാരോട് നല്ല ഹൃദയബന്ധം ഇല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ പിതാവേ അങ്ങയോട് നല്ല ഹൃദയബന്ധത്തിൽ പോകുവാൻ എനിക്ക് കഴിയുന്നത്? ദൈവമേ, ഹൃദയബന്ധത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, ഇവയെ വിശുദ്ധീകരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താ
നമുക്ക് നമ്മുടെ ഇരു കരങ്ങളിലും ഉയർത്തി പിതാവായ ദൈവത്തെ, പുത്രനായ മിശിഹായെ മഹത്വപ്പെടുത്താം. ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക്, ജീവനിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, എന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, നിന്റെ രാവിലെ രക്തം കൊണ്ട് എന്നെ കഴുകുന്ന ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കുന്ന ദൈവമേ, അമ്മയായി മറിയത്തെ എനിക്ക് അമ്മയായി നൽകിയ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എന്റെ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എന്റെ ദൈവമേ, ജീവിതവും ജീവനും അങ്ങേക്ക് കാഴ്ചവെച്ചുകൊണ്ട് അങ്ങയിൽ ഒന്നായിരിക്കുവാനും അങ്ങയുടെ ജീവനെ പുലുകുവാനും നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ആരാധിക്കുന്നു ഈശോയെ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, യേശുവേ, ആരാധന. യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന.